അത്രയും മസ്റ്റ് വാച്ച് ആയിട്ട് തോന്നുന്ന സിനിമകളെക്കുറിച്ച് ഞാൻ റിവ്യൂ പറയാറുള്ളൂ. അതിലൊന്നാണ് വാഴ 2. പോത്ത് പോലെ വളർന്ന നമ്മളെ കരയിപ്പിച്ച ഒരു പടം. അപാരമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു എഴുത്താണ് ഇതിന്റെ ഹൈലൈറ്റ്. അതായത് ഈ സിൽവർ സ്ക്രീനെ കണ്ണാടിയാക്കി മാറ്റുന്ന ഒരു വിപിൻ ദാസ് ടെക്നിക്. ശ്രദ്ധിച്ചാൽ മതി, പടം തുടങ്ങി കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമ്മളൊരു പിടി അങ്ങോട്ട് പിടിക്കും. അതായത് ഇത് നമ്മളെയാണല്ലോ കാണുന്നത് നമുക്ക് അങ്ങോട്ട് തോന്നും. അത് പലർക്കും പല പോയിന്റിലായിരിക്കും തോന്നുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കണ്ണാടിയിൽ എന്നോണം നമുക്ക് ഈ സിനിമ നമ്മുടെ സ്വന്തം ജീവിതം കാണുന്ന പോലെ അങ്ങോട്ട് കണ്ടിരിക്കാം. ഏറ്റവും സന്തോഷം, എത്ര നല്ല ആക്ടേഴ്സിനെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ബാച്ച് ഓഫ് മോളിവുഡ് has arrived. ആഷിറും ഗാങ്ങും ആമീനും ഗാങ്ങും ഇവരൊക്കെ എത്ര കൈയടക്കത്തോടെയാണ് ഇതൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ ആഷിറിന് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. അതായത് നമുക്ക് എപ്പോഴോ പണ്ട് നഷ്ടപ്പെട്ട ഒരു ജേണർ ഇല്ലേനോ, അതായത് ഈ ജോണി ആന്റണി, ദിലീപ് ഏട്ടൻ കൈൻഡ് ഓഫ് ജേണർ, ഇപ്പത്തെ ശിവകാർത്തികേയൻ ചെയ്യുന്ന ഹ്യൂമറും ആക്ഷനും കൂടി ചേർന്ന ഒരു ജേണർ. അത് ആഷിറിന്റെ കയ്യിൽ ഭയങ്കര സേഫ് ആണ്. ആ സ്വാഗും ഉണ്ട്, ഹ്യൂമർ ടൈമിങ്ങും ഉണ്ട്. മോളിവുഡ് ഇസ് റിയലി ബ്ലെസ്ഡ് ആൻഡ് എക്യുപ്ഡ് ഫോർ ദ നെക്സ്റ്റ് ഡെക്കേഡ്. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഡയറക്ഷൻ, മ്യൂസിക്, ക്യാമറ, എഡിറ്റിംഗ് കണ്ടന്റ് എന്ത് രസമായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. പല സീക്വൻസിലായിട്ട് വരുന്ന ഇന്റർകട്ട്സ് ഒക്കെ ഇല്ല, അതായത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഷോട്ട് ആ കറക്റ്റ് പ്ലേസ്മെന്റിൽ ഇട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ബിജുക്കുട്ടൻ, പിന്നെ കുറച്ച് സമയത്താണെങ്കിലും വരുന്ന കണ്ണൻ സാഗർ, സുധീഷ്, ഇവരുടെയൊക്കെ പെർഫോമൻസ് വല്ലാത്ത ഉള്ളിൽ തട്ടുന്ന രീതിയിലുള്ള പെർഫോമൻസ്. അങ്ങനെ ആനന്ദ് മേനോൻ ചെയ്തു വെച്ച വാഴ 1ന്റെ പേരിന് ഒട്ടും മങ്ങലേൽപ്പിക്കാത്ത കുറച്ചും കൂടി ശോഭ കൂട്ടിയ വാഴ സെക്കൻഡ് പാർട്ട്. പിന്നെ ഒരു സോങ് റിലീസ് ആയിരുന്നില്ലേ, ഈ വല്ലാതെ ട്രോളൊക്കെ ആയി മാറിയ സോങ്. പക്ഷെ അത് ഈ സിനിമക്കകത്ത് വരുമ്പോൾ നമുക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ല. വളരെ ആപ്റ്റ് ആയിട്ടുള്ള സോങ്, ആ സിറ്റുവേഷനോടും ആ ഒരു സീക്വൻസിനോടും ചേർന്ന് പോകുന്ന കറക്റ്റ് സോങ് ആണ്. ഈ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള സോങ്. പിന്നെ അതിന്റെ എൻഡിങ് സീക്വൻസ്, അത് നിർത്തിയ ഒരു രീതി, അത് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് റിപ്പീറ്റ് അടിച്ച് കാണാൻ തോന്നും. അത് സ്പോയിലർ ആവുന്നതുകൊണ്ട് മാത്രം പറയുന്നില്ല. തീരെ എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയ ഒരു പാർട്ടാണത്. എന്തായാലും റിയലി വർത്ത് ദ മണി ആൻഡ് ദിസ് വൺ വിൽ സ്റ്റേ ക്ലോസ് ടു അവർ ഹാർട്ട്സ്. മോളിവുഡ് ഇസ് ബാങ്കബിൾ ഫോർ ദ കമ്മിങ് ഡെക്കേഡ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.